20 കോടി രൂപയുടെ ക്രിസ്മസ് ബമ്പർ അടിച്ച ലോട്ടറി ടിക്കറ്റ് നഷ്ടപ്പെട്ടു എന്ന പരാതി. എറണാകുളം പാഴൂർ സ്വദേശിയായ റിട്ടയർഡ് ASI KK സജിമോനാണ് പരാതിയുമായി പോലീസിനെയും കോടതിയെയും സമീപിച്ചിരിക്കുന്നത്. ജനുവരി 24 നടന്ന നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം ലഭിച്ച ടിക്കറ്റിനാണ് സജിമോൻ ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ആൻ മരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ആൻ, എന്താണ് റിട്ടയർഡ് ASI ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? എങ്ങനെ ഈ ലോട്ടറി ടിക്കറ്റ് നഷ്ടപ്പെട്ടു എന്നാണ് സജിമോന്റെ അവകാശവാദം? പ്രജിൻ, സജിമോൻ പറയുന്നത് ഇങ്ങനെയാണ്. ഡിസംബർ 1 കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഈ ക്രിസ്മസ് ബമ്പർ എടുക്കുന്നു. ടിക്കറ്റ് നമ്പർ XC 138455 ഈ ടിക്കറ്റ് എടുക്കുന്നു. ടിക്കറ്റിന് പേരും വിവരങ്ങളും ഒപ്പും രേഖപ്പെടുത്തിയെന്നാണ് സജിമോൻ പറയുന്നത്. അതിനുശേഷം ഈ റിട്ടയർഡ് ASI ആണ് സജിമോൻ ട്രാവൽ സർവീസ് നടത്തുന്ന ആൾ കൂടിയാണ്. സജിമോന്റെ വണ്ടിയിൽ ശബരിമലയ്ക്ക് പോയ വിശാഖപട്ടണം സ്വദേശികളായ അയ്യപ്പന്മാർ ഈ വണ്ടിയിൽ കയറുന്നു. പിന്നീട് അവർ ഇറങ്ങുന്ന സമയത്ത് അവർ കൊണ്ടുവന്നിരുന്ന നെയ്പാത്രം ഈ വണ്ടിയിൽ മറന്നു വെക്കുന്നു. പിന്നീട് ഈ നെയ്പാത്രം കൊറിയർ വഴി അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സജിമോൻ പറയുന്നു, അയച്ചു കൊടുക്കാമെന്ന് പറയുന്നു. ഈ കൊറിയർ വഴി അയക്കാൻ വേണ്ടി വെച്ചിരുന്ന നെയ്പാത്രം ഒരു കിറ്റിലായിട്ട് സൂക്ഷിച്ചു വെക്കുകയാണ് സജിമോൻ ചെയ്യുന്നത് അവരുടെ വീട്ടിൽ. ആ സൂക്ഷിച്ചു വെച്ചിരുന്ന കിറ്റിനകത്ത് ഈ ബമ്പർ അടിച്ച ലോട്ടറി അത് ആ കിറ്റിനുള്ളിൽ കുടുങ്ങിപ്പോയി എന്നാണ് സജിമോൻ പറയുന്നത്. ആദ്യമൊന്നും സജിമോൻ അത് ലോട്ടറി ടിക്കറ്റ് അതിലുണ്ട് എന്നുള്ള കാര്യം സജിമോൻ ഓർക്കുന്നില്ല. പിന്നീട് ഈ ടിക്കറ്റ് കൊറിയർ വഴി അയക്കുന്നു. അതിനുശേഷം കൊറിയർ അയക്കാൻ വേണ്ടി ചെന്നതിന് ശേഷം തിരിച്ചു വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ രീതിയിൽ അതിനുള്ളിലാണ് ടിക്കറ്റ് അകപ്പെട്ടു പോയിരിക്കുന്നത് എന്നുള്ള കാര്യം സജിമോന് വ്യക്തമാകുന്നത്. പിന്നീട് ഈ കൊറിയർ സർവീസിൽ ബന്ധപ്പെടുന്നു, അത് അയക്കരുത് എന്ന് പറയുന്നു. പക്ഷെ അപ്പോൾ അത് ഡെലിവേർഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ അയ്യപ്പ ഭക്തന്മാരുമായിട്ട് ഈ സജിമോൻ ഫോൺ കോളിൽ ബന്ധപ്പെടുന്നു. അത് പരിശോധിച്ച് തിരികെ ഉണ്ടെങ്കിൽ തിരികെ അയക്കാമെന്ന് പറയുന്നു. പക്ഷേ അവിടെ നെയ്പാത്രം മാത്രമാണ് കിട്ടിയത് എന്നുള്ള കാര്യം അവർ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെയാണ് കൊറിയർ സർവീസ് സെന്ററിലാണ് ഈ ലോട്ടറി ടിക്കറ്റ് മിസ്സായത് എന്നാണ് സജിമോന്റെ അവകാശവാദം. തുടർന്ന് പോലീസിലും പരാതി കൊടുക്കുന്നു. ഹൈക്കോടതിയും വിഷയത്തിൽ മറ്റൊരു അവകാശവാദവുമായിട്ട് ഒരാൾ എത്തിയത് കൊണ്ട് തന്നെ ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയതിനു ശേഷം വേണം സമ്മാനത്തുക കൈമാറണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.